അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ ദിവ്യകാരുണ്യമാ യേശു എൻ ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി ദാവീദിൻ സോനുവേ പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ നിമിഷത്തിലേക്ക് നാം കടന്നു വരികയാണ്. ഇന്നത്തെ ദിവസം അധ്വാനത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും അവസാനം കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഈ അരമണിക്കൂർ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഈ ദിവസം അനുഗ്രഹ ദിവസമായി മാറുകയാണ്. നമുക്ക് കർത്താവിനെ നമ്മുടെ ഭവനത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഗായകരോട് ചേർന്ന് നമുക്ക് കർത്താവിനെ വിളിച്ച് നമുക്കും അപേക്ഷിക്കാം. നാഥ, രക്ഷക, നീ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ എന്ന് തീവ്രമായ ആഗ്രഹത്തോടുകൂടെ ഗായകരോട് ചേർന്ന് നമുക്കും പാടാം. സ്തോത്രം, ഓ നാഥ നന്ദി, ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന, ഓ നാഥ സ്തോത്രം, ഓ നാഥ നന്ദി, ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന. നീയാണു സ്നേഹം, നിത്യമാം സ്നേഹം, ദിവ്യകാരുണ്യമാം സ്നേഹം. നീയാണു സ്നേഹം, നിത്യമാം സ്നേഹം, ദിവ്യകാരുണ്യമാം സ്നേഹം. ഓ നാഥ സ്തോത്രം, എല്ലാവരും ചേർന്ന് നാഥ നന്ദി, ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന.
ദൈവത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവിനെ തീവ്രമായ ആഗ്രഹത്തോടെ, തീവ്രമായ സ്നേഹത്തോടെ നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഈശോ നമ്മുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഭവനത്തിലെ ഓരോ നിമിഷവും സന്തോഷപ്രദമായി തീരും. നമ്മുടെ കുടുംബാംഗങ്ങൾ ദൈവാരൂപിയാൽ നയിക്കപ്പെടും. ആ ഈശോയുടെ സാന്നിധ്യം, ആ ഈശോയുടെ കൃപ, ആ ഈശോയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലുണ്ടാകണമേ എന്ന് തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്കും പാടാം. നീയാണു ജീവൻ, ജീവന്റെ ജീവൻ, ഉള്ളിൽ തുടിക്കുന്ന സ്നേഹം. നീയാണു ജീവൻ, ജീവന്റെ ജീവൻ, ഉള്ളിൽ തുടിക്കുന്ന സ്നേഹം. ഓ നാഥാ സ്തോത്രം, ഓ നാഥാ നന്ദി, ഓ നാഥാ ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന, ആരാധന, ഓ നാഥാ ആരാധന, 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 ഓ നാഥാ ആരാധന, 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 ഓ നാഥാ ആരാധന. ഹല്ലേലൂയ, 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 ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ കടന്നു വരണമേ, സ്നേഹമായി നീ കടന്നു വരണമേ കർത്താവായ യേശുവേ. ദുഃഖത്തിന്റെ എല്ലാ ജീവിത അനുഭവങ്ങളിലും കർത്താവെ നീ കടന്നു വന്ന് ഞങ്ങളുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹം കൊണ്ട്, അങ്ങയുടെ ആനന്ദം കൊണ്ട്, അങ്ങയുടെ സമാധാനം കൊണ്ട്, അങ്ങയുടെ ആശ്വാസം കൊണ്ട് കർത്താവെ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും തിരുമുമ്പിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ, 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 യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, കർത്താവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മുറിവുകളിലേക്കും അങ്ങയുടെ സ്നേഹത്തിന്റെ തൈലം പൂശണമേ. കർത്താവായ യേശുവേ, ഞങ്ങളോട് വെറുത്ത് കഴിയുന്ന എല്ലാ മക്കളെയും തിരുമുമ്പിൽ ഉയർത്തുന്നു കർത്താവേ. കർത്താവായ യേശുവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് അവരെ നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ അവർ നിറയ്ക്കണമേ. കർത്താവേ, അവർ അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന കർത്താവ്, അവിടുത്തെ തള്ളിപ്പറഞ്ഞവരോടും ഒറ്റിക്കൊടുത്തവരോടും ഓടി ഒളിച്ചവരോടും സ്നേഹിക്കുന്ന കർത്താവ്, ഓരോ നിമിഷവും സ്നേഹം തന്നെയായ ആ കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്.
സ്നേഹിക്കാൻ പഠിപ്പിച്ച, സ്നേഹം പകർന്നു നൽകിയ കാൽവരിയിലെ കുരിശോളം സ്നേഹം നമുക്കായി പകർന്നു നൽകിയ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് മുറിപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപാട് വേദനകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പലരും എന്നെ വേദനിപ്പിച്ചു എന്ന് പരാതി പറയുന്നവരാണ് നമ്മൾ. മറ്റുള്ളവർ എന്നെ ദ്രോഹിച്ചു, എനിക്ക് നഷ്ടം വരുത്തി വെച്ചു, എന്നെ മുറിപ്പെടുത്തി, എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ തള്ളിപ്പറഞ്ഞു, എന്നെ വെറുത്തു എന്നൊക്കെ പരാതി പറയുന്ന നമ്മൾ ആ കർത്താവിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ, അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ ആ പരാതികളെല്ലാം ആ സ്നേഹത്തിൽ ലയിച്ചു പോകും. നമ്മുടെ ജീവിതത്തിൽ ആശ്വാസമായി, സന്തോഷമായി, സമാധാനമായി കർത്താവ് കടന്നു വരും. വേദനകളെ, ദുഃഖങ്ങളെ, അസ്വസ്ഥതകളെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മളോട് ദ്രോഹിച്ചവരോട് ക്ഷമിക്കുവാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. ഒരുപക്ഷെ ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് വരുത്തി വെച്ചിട്ടുള്ള വ്യക്തികളുണ്ടാവാം. അവരോട് ക്ഷമിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. ഇതാ കാൽവരിയിലെ കുരിശിൽ നിന്ന് ഉയരുന്ന അവിടുത്തെ വിളി, പിതാവേ, അങ്ങ് പോലും എന്നെ ഉപേക്ഷിച്ചവോ? പക്ഷേ ആ ഉപേക്ഷിച്ച പിതാവിൻ്റെ കരങ്ങളിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, എല്ലാം പൂർത്തിയായി. ഇതാ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ സമർപ്പിച്ച ക്രിസ്തുനാഥൻ നമ്മളോട് ആവശ്യപ്പെടുന്നു, മകനെ, മകളെ, നിൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നീ ക്ഷമിക്കുക. പ്രിയപ്പെട്ടവരെ, ആ കർത്താവാണ് ക്ഷമിക്കാൻ പഠിപ്പിച്ച കർത്താവാണ്, സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവാണ് നമ്മുടെ മുമ്പിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ആയിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലേക്ക് അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. അവിടുത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. വിശ്വാസത്തോടുകൂടെ നമുക്ക് ഏറ്റുചൊല്ലാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പത്രോസ് യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ വിശ്വാസ പ്രഖ്യാപനം? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസ് വിശ്വാസത്തോടു കൂടെയാണത് പ്രഖ്യാപിക്കുക. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസിനെ കൊണ്ട് അത് പറയിപ്പിച്ചത് ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ് എന്ന് യേശു അരുളി ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുമ്പോൾ നമുക്കും ഈശോയെ വിളിച്ചപേക്ഷിക്കാൻ സാധിക്കും. യേശുവേ, നീ ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന്. നാം വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നുണ്ട് ബഥാനിയായിലെ മർത്ത. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 27-ാം തിരുവചനം. ബഥാനിയായിലെ മർത്ത തൻ്റെ സഹോദരൻ മരിച്ച് അടക്കം ചെയ്ത് 4 ദിവസം കഴിഞ്ഞ് ആ കുഴിമാടത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന യേശുവിനോട് മർത്ത പറയുന്നുണ്ട്, കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ദൈവപുത്രനായ ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതത്തിലും ഈ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവേ, നീ ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന്. യേശുവിൻ്റെ മരണസമയത്ത് ശതാധിപൻ വിളിച്ചു പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 54-ാം തിരുവചനം. കാവൽ നിന്നിരുന്ന ശതാധിപനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് വിളിച്ചു പറയുകയാണ്, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. അതെ, ദൈവപുത്രനായ കർത്താവ്. വിശുദ്ധ തോമാ ശ്ലീഹായെ പോലെ ആ കർത്താവിൻ്റെ മുമ്പിൽ
നമുക്കും വിളിച്ചു പറയാം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നമ്മുടെ കർത്താവും ദൈവവുമായ യേശു ക്രിസ്തു ഇതാ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഇതാ കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. യേശുവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. നിത്യനായ ദൈവത്തിൻ്റെ പുത്രനാണ് നീ. ലോകൈക രക്ഷകനായ ക്രിസ്തുവാണ് നീ. ഇസ്രായേലിൻ്റെ രാജാവാണ് നീ. ശക്തനായ ദൈവത്തിൻ പുത്രനാണ് നീ. നമുക്കും ഗായകരോട് ചേർന്ന് ഏറ്റുപാടാം, നിത്യനായ ദൈവത്തിൻ പുത്രനാണ് നീ. ദൈവത്തിൻ പുത്രനാണു നീ. ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ. ഇസ്രായേലിൻ രാജരാജനാണു നീ. ശക്തനായ ദൈവത്തിൻ പുത്രനാണു നീ. വിശ്വാസത്തോടുകൂടി നമുക്ക് പാടാം. ദൈവത്തിൻ പുത്രനാണു നീ. ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ. ഇസ്രായേലിൻ രാജരാജനാണു നീ. ശക്തനായ ദൈവത്തിൻ പുത്രനാണു നീ. പത്രോസ് ഈശോയോട് പറഞ്ഞു, 3 കൂടാരങ്ങൾ ഞാൻ തീർക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. ഇതാ പത്രോസിന്റെ മനോഭാവത്തോടുകൂടെ കർത്താവിനെ നമുക്ക് വാഴ്ത്തിടാം. ജീവന്റെ ഉറവിടമായ ആ കർത്താവിന്റെ സന്നിധിയിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. ലോകൈകനാഥനായ ഈശോയുടെ അടുത്തേക്ക് നമ്മൾ കടന്നു വരാം. രക്ഷകനായ കർത്താവ്, ദൈവപുത്രനായ കർത്താവ് നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ നമുക്കും വിളിച്ചപേക്ഷിക്കാം. നമുക്കും കർത്താവിന് വേണ്ടി കൂടാരങ്ങൾ തീർക്കാം. നമ്മുടെ കുടുംബം കർത്താവിന് വേണ്ടിയുള്ള കൂടാരമായി തീരട്ടെ. ഗായകരോട് ചേർന്ന് നമുക്കും പാടാം. മൂന്ന് കൂടാരങ്ങൾ തീർത്തിടാം ഞാൻ. എന്നും ഇവിടെ വാഴ്വതെത്ര മോഹനം. 3 കൂടാരങ്ങൾ തീർത്തിടാം ഞാൻ. എന്നും ഇവിടെ വാഴ്വതെത്ര മോഹനം. എവിടെ ഞാൻ പോകും ലോകേശ, ജീവന്റെ ഉറവിടം നീയല്ലോ. വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ പുത്രനാണു നീ. ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ. ഇസ്രായേലിൻ രാജരാജനാണു നീ. ശക്തനായ ദൈവത്തിൻ പുത്രനാണു നീ. കുരിശിൽ കിടന്നുകൊണ്ട് നല്ല കള്ളൻ ഈശോയോട് പറഞ്ഞു, നീ ഇന്ന് പർദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. പർദീസായിലായിരിക്കുമ്പോൾ ഈ പാപിയായ എന്നെ കൂടി അങ്ങ് ഓർക്കണമേ. ഈശോ അവന് പർദീസ വാഗ്ദാനം ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളുണ്ട്, പാപ സാഹചര്യങ്ങളുണ്ട്, പാപത്തിലേക്കുള്ള ചായ്ച്ചിലുകളുണ്ട്, ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് തെറ്റുകളുണ്ട്. ബലഹീനരാണ് നമ്മൾ. നമുക്കും കർത്താവിനോട് അപേക്ഷിക്കാം, നാഥാ, നീ എന്നെ പർദീസായിൽ ഓർക്കണമേ, എനിക്ക് പർദീസ നൽകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കർത്താവേ, ഞാൻ രോഗിയാണ്. കർത്താവേ, ഞാൻ പാപിയാണ്. കർത്താവേ, ഞാൻ കുരുടനാണ്. ഇതാ നിന്റെ മുമ്പിൽ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. ബർത്തിമേയുസിനെ പോലെ നമുക്കും വിളിച്ചപേക്ഷിക്കാം. ദാവീദിന്റെ പുത്ര, എന്റെ മേൽ കനിയണമേ,
എൻ്റെ മേൽ കരുണയായിരിക്കണമേ. നല്ല കള്ളനോട് ചേർന്ന് നമുക്കും പാടാം, നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ നീ ഓർക്കണമേ. രാജ്യത്തിലെത്തിടുമ്പോൾ കരുണയോടെന്നെയും നീ ഓർക്കണേ. എല്ലാവരും ചേർന്ന് ദിവ്യരാജ്യത്തിലെത്തിടുമ്പോൾ കരുണയോടെന്നെയും നീ ഓർക്കണേ. കുരുടനാണു ഞാൻ, രോഗിയാണേ, കരയുവോർക്കാശ്വാസമേകണേ. നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ. ഇസ്രയേലിൻ രാജരാജനാണു നീ, ശക്തനായ ദൈവത്തിൻ പുത്രനാണു നീ. നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ. ഇസ്രയേലിൻ രാജരാജനാണു നീ, ശക്തനായ ദൈവത്തിൻ പുത്രനാണു നീ. ഏറ്റുചൊല്ലാം നമുക്ക്. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, നിന്നിലുള്ള വിശ്വാസം നിന്നിലുള്ള വിശ്വാസം ഞാൻ ഏറ്റുചൊല്ലുന്നു. ഞാൻ ഏറ്റുചൊല്ലുന്നു. നീയാണ് എന്റെ നാഥൻ, എന്റെ നാഥൻ. നീയാണ് എന്റെ രക്ഷകൻ, എന്റെ രക്ഷകൻ. നീയാണ് എന്റെ ദൈവം, ദൈവം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ, ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ, എന്റെ മേൽ കരുണയായിരിക്കണമേ. എന്റെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങളുടെ ഭവനത്തിലേക്ക് നീ കടന്നു വരണമേ. നീ കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് നീ കടന്നു വരണമേ. നീ കടന്നു വരണമേ. എല്ലാ യുവാക്കളിലേക്കും എല്ലാ യുവാക്കളിലേക്കും നീ കടന്നു വരണമേ. നീ കടന്നു വരണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ലോകം മുഴുവനുമുള്ള എല്ലാ യുവാക്കളെയും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, വഴിയും സത്യവും ജീവനുമായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, എല്ലാ യുവജനങ്ങളെയും അങ്ങിലേക്ക് അടുപ്പിക്കണമേ. പാപത്തിൽ നിന്ന് പാപത്തിലേക്കുള്ള ചായ്ച്ചലുകളിൽ നിന്ന് എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് സംരക്ഷിക്കണമേ, അങ്ങ് കാത്തുകൊള്ളണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എന്റെ എല്ലാ വേദനകളെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ രോഗങ്ങളെ സമർപ്പിക്കുന്നു, എന്റെ ആകുലതകളെ സമർപ്പിക്കുന്നു, എന്റെ കടബാധ്യതകളെ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയുടെ വലതുകരം ഉയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സ്പർശിക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എന്റെ നല്ല ദൈവമേ, ബർത്തിമേയുസിനെ പോലെ ഞാനും വിളിച്ചപേക്ഷിക്കുന്നു. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്റെ മേൽ കരുണയുണ്ടാകണമേ.
കരുണയുണ്ടാകണമേ. എന്റെ മേൽ കരുണയുണ്ടാകണമേ. എന്റെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ. തീവ്രമായ ആഗ്രഹത്തോടുകൂടെ അവിടുത്തെ സന്നിധിയിൽ നമുക്കായിരിക്കാം, പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കാം. കർത്താവെ, വിശ്വാസം നൽകണമേ എന്ന് ആത്മാർത്ഥമായി തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നമുക്കായിരിക്കാം. അവിടുന്ന് നമ്മുടെ ഭവനത്തെ, നമ്മുടെ കുടുംബാംഗങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയാൻ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിനായി നമ്മുടെ കരങ്ങൾ നമുക്ക് കൂപ്പാം. നമ്മുടെ കുടുംബാംഗങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനത്തിലെ ഓരോ അംഗത്തെയും കർത്താവെ ആശീർവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി അവിടുത്തെ അനുഗ്രഹത്തിനായി നമുക്ക് യാചിക്കാം. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ. കരങ്ങൾ കൂപ്പി അവിടുത്തെ അനുഗ്രഹത്തിനായി നമുക്ക് യാചിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നീയാണു സ്നേഹം, നിത്യമാം സ്നേഹം, ദിവ്യകാരുണ്യമം സ്നേഹം. നീയാണു സ്നേഹം, നിത്യമാം സ്നേഹം, ദിവ്യകാരുണ്യമം സ്നേഹം. ഓ നാഥ സ്തോത്രം, ഓ നാഥ നന്ദി, ഓ നാഥ ആരാധന, ആരാധന, ആരാധന. ഓ നാഥ ആരാധന, ആരാധന, ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി